Good evening all. Audible അല്ലേ? കേൾക്കാം. ഒന്ന് റെസ്പോണ്ട് ചെയ്താരെങ്കിലും. Good evening, കേൾക്കാം. ഓക്കെ, താങ്ക് യു. മൈസെൽഫ് മിഥുൻ. ഞാൻ നിങ്ങളുടെ ഇൻഓർഗാനിക് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. ഇവിടുത്തെ അഡ്മിഷൻ, ഫീസ് റിലേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. ദെൻ ഹിയർ വിത്ത് മീ അങ്കിത മിസ് ഉണ്ട്. ദെൻ ഹാരിസ് സാർ ഉണ്ട്. ഹാരിസ് സാർ ഇപ്പം വേറൊരു തിരക്കിലാണ്. ഈസ് നോട്ട് അവൈലബിൾ റൈറ്റ് നൗ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഇനി ആരെങ്കിലും ഇൻഫർമേഷൻ ഡിലേ ചെയ്യുന്ന വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്തത്. നമ്മൾ ക്ലാസ്സസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ടൈം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആരെയും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ബേസിക്കലി, കാരണം എല്ലാവരുടെ സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിസ്കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഡേ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, സോ CSIR എക്സാമിനെ പറ്റിയിട്ടുള്ള ജനറൽ ആയിട്ടൊരു ഓവർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കണം. ഇതിൽ എഴുതിയിട്ടുണ്ടാവും, പ്രഷേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയാ, അന്ന് കാലത്ത് ഒരു കുറെ മുമ്പ് എഴുതിയിട്ട് പിന്നീട് ബ്രേക്ക് എടുത്ത് ഇപ്പോഴത്തെ പരീക്ഷ എങ്ങനെയാണെന്ന് അറിവില്ലാത്തവരുണ്ടാവും. ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെയാണ്, സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഉണ്ടാവും. മെയിൻലി നമ്മുടെ ക്ലാസ്സസ് ഫോക്കസ് ചെയ്യുന്നത് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസിനെയാണ്. എന്നാലും ഇതിനുള്ളിൽ തന്നെ ചിലർക്ക് കുറച്ച് അധിക കാലത്തേക്കും ചിലർക്ക് ടെമ്പററി ആയിട്ടെങ്കിലും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മളെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ലൈവ് ക്ലാസ്സസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുക. അതിന്റെ ലൈവ് ക്ലാസിന്റെ തന്നെ റെക്കോർഡിംഗ് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേയോ അന്ന് മിഡ് നൈറ്റോട് കൂടിയിട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, സോ മിഡ് നൈറ്റോട് കൂടി അവൈലബിൾ ആവും എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടും. അതേസമയം ഇത് നിങ്ങൾക്കറിയാലോ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളല്ല, ബേസിക്കലി നമ്മുടെ ആപ്പിനകത്ത് തന്നെയാണ്, അതായത് ഗൂഗിൾ മീറ്റ് ആപ്പിനകത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. സോ അവരൊന്ന് പ്രോസസ് ചെയ്തിട്ടേ നമുക്കത് തരുള്ളൂ. അപ്പൊ അതൊരു ചെറിയ ഡിലേ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ അത് മോർണിംഗ് ആവും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആവും. അപ്പൊ അന്നേരം അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് മാക്സിമം നേരത്തെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരിക. ദെൻ വളരെ വളരെ റെയറായിട്ട് ചിലപ്പം എന്താ പറയുക മിസ് ആവാറുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി കുറച്ച് അവേഴ്സിന് ശേഷം തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു 24 hours ആണ് മാക്സിമം ഡിലേ. അറൗണ്ട് ഒരു ഓൺ ആവറേജ് നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ ഒരു 2 to 3 hours ഓൺ ആൻ ആവറേജ് മീറ്റിംഗ് അവൈലബിൾ ആയിരിക്കും. വിച്ച് മീൻസ് തലേദിവസം എങ്ങാനും നിങ്ങൾക്ക് ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ് കയറാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലീവ് നോട്ടിഫൈ ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക, ഇന്ന കാരണം കൊണ്ട് ഞാൻ ലീവ് ആണെന്നുള്ളത്. നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടുക. ഇത്രയേ ആവശ്യമുള്ളൂ. വീഡിയോ കാണുന്നത് നമ്മുടെ ആപ്പിൽ കൂടി ആയിരിക്കും റെക്കോർഡഡ് വീഡിയോ. ലൈവ് സെഷൻസ് നമുക്ക് ഇവിടെ നമ്മുടെ ഗൂഗിൾ മീറ്റിലായിരിക്കും ചെയ്യുന്നത്. ഇതാണ് ജനറലി നമ്മുടെ ഒരു പ്രോസസ്. ഇനി നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം റീസെന്റ് നമ്മളൊരു ഡിസംബർ മാസത്തിലെ ഒരു നെറ്റ് എക്സാം എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. അതേസമയം അവരുടെ അവസാനത്തെ ട്വീറ്റ് അനുസരിച്ചിട്ട് അത് മെർജ് ചെയ്തിട്ടുണ്ട് ജൂൺ എക്സാം ആയിട്ട്. വിച്ച് മീൻസ് നമുക്ക് അഡീഷണൽ ടൈം ഉണ്ട്, എന്നാലൊരു ഫുൾ സ്കെയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താനുള്ള സമയം ഇല്ല. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കോഴ്സ്, നിങ്ങൾക്ക് ആ റൈറ്റപ്പ് നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. ഈ പ്രോസസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമുക്ക് 1 year കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ഒരു വർഷം കൊണ്ട് സാവധാനത്തിൽ പഠിച്ച് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഇൻ ബിറ്റ്വീൻ വരുന്ന നെറ്റ് എക്സാം മിസ് ആവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വളരെ വളരെ എന്താ പറയാ, വളരെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഒരു 100 ദിവസമാണ് നമ്മൾ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ന് ഫെബ്രുവരി 1 തുടങ്ങി കഴിഞ്ഞാൽ ഏതാണ്ട് മെയ് 10 15 കൂടിയിട്ട് ഇതില് 100 ദിവസം കംപ്ലീറ്റ് ആവും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയം മിഡിൽ ഓഫ് മെയ് ആണ്. എന്നാൽ അത് അപ് ടു എൻഡ് ഓഫ് ജൂൺ വരെ പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉറപ്പില്ല. മെയ്യിൽ വരാം, ചിലപ്പം അത് ഡിലേ ആവാം. അത് ഏതാണ്ട് നമുക്കൊരു മാർച്ച് എൻഡോട് കൂടിയിട്ടേ പറയാൻ പറ്റുള്ളൂ ഏതാണ്ട് എന്നാണ് പരീക്ഷ വരാൻ പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്. മുമ്പത്തെ പഴയ പാറ്റേൺ അനുസരിച്ചിട്ട് CSIR എക്സാം നടന്നിരുന്നത് ജൂണിലും ഡിസംബറിലുമാണ്. പിന്നെ കോവിഡ് വന്നപ്പോഴാണ് ഇതൊക്കെ തളം തെറ്റിയത്. സോ ഐ തിങ്ക് ദേ ആർ ഗോയിങ് ബാക്ക് ടു ദ ഓൾഡ് പാറ്റേൺ. അപ്പം ജൂൺ എക്സാമിലേക്ക് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ജൂൺ എന്ന് പറഞ്ഞിട്ട് വർക്ക് നടക്കും, എക്സാംസ് നടക്കും എന്നാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അപ് ടു ജൂൺ വരെ നമുക്ക് സമയമുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മോക്ക് ടെസ്റ്റുകളും ബാക്കിയുള്ള റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അടുത്ത ഒരു മെയ് മിഡിലോട് കൂടിയിട്ട് നമുക്ക് CSIR എക്സാം പാസ്സാവാനുള്ള സബ്ജക്റ്റുകൾ മുഴുവൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്കിത മിസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രീഫിംഗ് തരും, എന്താണ് CSIR എക്സാം എന്നും എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കൺസെപ്റ്റുകൾ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ. അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം ഇതാണ്: CSIR എക്സാം പാസ്സാവാനായിട്ട് നിങ്ങൾ ആ സിലബസ് മുഴുവൻ പഠിച്ചു കഴിക്കേണ്ട ആവശ്യമില്ല. HSST പരീക്ഷയ്ക്കോ PSC പരീക്ഷയ്ക്കോ പഠിക്കുന്ന പോലെയല്ല CSIR അപ്രോച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് 90 to 110 എന്ന റേഞ്ചിലുള്ള മാർക്കാണ്. വാരി ചെയ്യാം, പരീക്ഷകൾക്ക് അനുസരിച്ചിട്ട് സ്റ്റുഡൻസ് പെർഫോമൻസ് അനുസരിച്ച് വാരിയേഷൻ ഉണ്ടാവും. ഇതില് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അറൌണ്ട് 180 മാർക്കിന് മുകളിലാണ് ഈ 100 ദിവസം കൊണ്ട്. 200 മാർക്കിനുള്ള കോൺസെപ്റ്റ് പഠിച്ചിട്ട് അത് 100 മാർക്ക് കിട്ടാനുള്ള എഫേർട്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ദിവസത്തെ ക്ലാസ്സും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം എന്ന് ഡിലേ ആക്കാതെ പരമാവധി അന്ന് തന്നെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ കവർ ചെയ്ത് ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്ത്, നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടിന് വേണ്ടി ടീച്ചിങ് ഫാക്കൽറ്റീസ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു സ്ട്രോങ് ക്ലറിക്കൽ ടീം ഉണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി എല്ലാം ഉണ്ട്. ഒരു ലേണിംഗ് ആപ്പ് ഉണ്ട്. ദെൻ വാട്ട് നോട്ട്, ആവശ്യമുള്ള എല്ലാ സാധനവും ക്വസ്റ്റ്യൻ ബാങ്കുകൾ വരെ ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100 ദിവസം കൊണ്ട് നമ്മളൊരു എന്താ പറയാ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 100 പടവുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളൊരു യാത്ര പോകണമെന്ന് വിചാരിച്ചാൽ മതി. അറിവാക്കും, റിവിഷൻ ചെയ്യും, അസൈൻമെന്റ്സ് ചെയ്യും, വീണ്ടും തിരിച്ചു വരും, അടുത്ത സ്റ്റെപ്പ് കയറും. ഇങ്ങനെ തറവായിട്ട് നമ്മളൊരു 100 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യത്തെ ഒരു 30 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്ത് തുടങ്ങും. മനസ്സിലായോ? അത് ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഡൗട്ടുകളാണെങ്കിലും, ഇനി ഈവൻ കുറച്ച് ദൂരം ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ ഒന്നുകൂടി പഠിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിന് റിവിഷൻ സെഷനോ റെമീഡിയൽ സെഷനോ ഒക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഇവിടെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ബൈ എൻഡ് ഓഫ് ഫെബ്രുവരിയോട് കൂടി, ഫെബ്രുവരി എൻഡ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ വർക്ക് ചെയ്യാം. ദെൻ വി വിൽ ഹാവ് മോക്ക് ടെസ്റ്റ്, വിൽ ഹാവ് വീക്ക്ലി എക്സാമിനേഷൻസ് എല്ലാം ഉണ്ടാവും. മാക്സിമം ഡേ ക്ലാസ്സസ് ഉണ്ടാവും ഈ 100 ദിവസം എന്ന് പ്രത്യേകം ഓർക്കുക. നമ്മൾ എയിം ചെയ്യുന്നത് മെയ് മാസത്തിൽ പരീക്ഷ വന്നാൽ അത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എയിം. അതേസമയം നമുക്കറിയാലോ, ഒരു കോച്ചിങ് പ്ലാൻ ചെയ്യാനായിട്ട് ഇത് വളരെ വളരെ ഷോർട്ട് ടൈമാണ്. ശരിക്കും ഒരു ക്രാഷ് കോഴ്സ് നടത്താനുള്ള സമയമേ ഉള്ളൂ. ശരിക്കും ഒരു CSIR നെറ്റിന്റെ ഒരു ഡീറ്റെയിൽഡ് കോഴ്സിന് നമുക്കൊരു 6 months വരെയെങ്കിലും മിനിമം വേണം. വി ഓൾ നോ ദാറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു മെയ് എക്സാമോട് കൂടി നമ്മൾ പഠിപ്പും കോഴ്സും അവസാനിപ്പിക്കില്ല. വി വിൽ കണ്ടിന്യൂ ദ റിവിഷൻ ആൻഡ് വി ആഡ് മോർ ടോപ്പിക് ടു ഇറ്റ് ഫോർ ദ ഡിസംബർ എക്സാം. അപ്പോൾ ഈ 100 ടോപ്പിക്കുകളും അത്യാവശ്യം വേണ്ട കൺസെപ്റ്റുകൾ നിങ്ങളുടെ കയ്യിലായിട്ടുണ്ടാവും. അത് വീണ്ടും 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 പോളിഷ് ചെയ്യും നമ്മൾ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു 50 ദിവസത്തിന്റെയോ അല്ലെങ്കിൽ 100 ദിവസത്തിന്റെയോ അഡീഷണൽ കോഴ്സും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യും. വീണ്ടും ടെസ്റ്റ് പേപ്പറുകൾ എഴുതി നമ്മൾ ഡിസംബറോട് കൂടി ക്വാളിഫൈ ചെയ്ത് ഈ കോച്ചിങ് അവസാനിപ്പിക്കും ഈ ബാച്ചിന്. ദിസ് ഈസ് വാട്ട് വി പ്ലാൻ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ തുടക്കത്തിൽ ഒരു ചെറിയ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് രീതിയിലൂടെ അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ പേഴ്സണലൈസ് ചെയ്തിട്ട് തന്നെ ടീച്ചേഴ്സിന്റെയും മെന്ററിന്റെയും സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം. കൈൻഡ് ഓഫ് എവറി ഡേ വിൽ ബി വാച്ച്ഡ് എന്ന് വെച്ചാൽ അറ്റൻഡൻസ് അടക്കം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും. നിങ്ങൾക്ക് ലീവ് എടുക്കാനായിട്ട് ഒരു തടസ്സവും ഇല്ല. എക്സാമിനേഷൻ വന്നു, ഇഫ് യു നീഡ് 10 days ലീവ്, യു വിൽ ബി ഗിവൺ 10 days ലീവ്. പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ 10 ഡേയുടെ വർക്ക് നിങ്ങൾ വീഡിയോ കണ്ട് കോമ്പൻസേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ കാര്യം. MSc ഓൺഗോയിങ് സ്റ്റുഡൻസ് ഒക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ലീവ്സ് വേണ്ടി വരും. യൂണിവേഴ്സിറ്റി എക്സാമിന് ലീവ് വേണ്ടി വരും, പ്രാക്ടിക്കൽ എക്സാം ലീവ് വേണ്ടി വരും. അതൊക്കെ നമുക്ക് അലോ ചെയ്യാം, പ്രൊവൈഡഡ് വി വിൽ കോമ്പൻസേറ്റ് ഇറ്റ് ബൈ ഡൂയിങ് ദ എക്സ്ട്രാ വർക്ക്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വീഡിയോസ് എപ്പോഴും റെക്കോർഡിങ്ങിലായിരിക്കും ഉണ്ടാവുക ഡ്യൂറിങ് ദ ക്ലാസ് ടൈം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വെബ്കാം ഓൺ ആവാതിരിക്കാൻ വീണ്ടും ശ്രദ്ധിക്കണം. അറിയാതെ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യണമെന്നില്ല. റെക്കോർഡിങ്ങിൽ പോകുന്നുണ്ടാവാം. നിങ്ങൾ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ
I warn you against that automatic on switching on of your camera. ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം. ഓക്കെ, അതുപോലെ മൈക്ക് എപ്പോഴും മ്യൂട്ടഡ് സ്റ്റേറ്റിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ യു കൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടുന്ന് റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ പറ്റും, ആരും മ്യൂട്ട് ചെയ്യണ്ട അൺമ്യൂട്ട് ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളെല്ലാം ഡീൽ ചെയ്യുന്നത് തീരെ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് തന്നെ വി ആർ എക്സ്പെക്ടിങ് ദോസ് കൈൻഡ് ഓഫ് മെച്യൂരിറ്റി ഫ്രം യു. പിന്നെ ചെറിയ അബദ്ധങ്ങളൊക്കെ ആർക്കും പറ്റും, ശ്രദ്ധിക്കുക. അത്രയാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഓൺലൈൻ മോഡിലുള്ള ക്ലാസ്സസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടീച്ചർ സ്റ്റുഡന്റിനെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സമയലാഭമാണ്. ഒരു കോച്ചിങ്ങിന് നിങ്ങൾ പോവാന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡ് ക്ലാസ് ആണെങ്കിൽ പോലും ഒരു 1.5 hour ഉണ്ടെങ്കിലും മിനിമം റെഡി ആയി പോകാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതുപോലെ തിരിച്ചു വരാൻ അവിടെ നിങ്ങൾ ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് സ്പെൻഡ് ചെയ്യണം ഇൻ 1 day or 2 days. ഇതെല്ലാം കൂടെ പഠിച്ചു തീർക്കുന്നത് ബാക്കിയുള്ള വീക്ക് ഡേയ്സിലായിരിക്കും. ഇവിടെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഡെയിലി നമ്മൾ ഡീൽ ചെയ്യണം ആവറേജ് 1.5 hour ആണ്, 7:30 to 9. ചില ദിവസങ്ങളിൽ 9 കഴിഞ്ഞാൽ ചിലപ്പം ഒരല്പം കൂടി ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചെറിയൊരു അസൈൻമെന്റ് വന്നേക്കാം. ലൈക്ക് ഒരു 15 മിനിറ്റിന്റെ ഒരു 10 questions അസൈൻമെന്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, then you can leave the scene. ചില ദിവസങ്ങളിൽ അതൊരു ക്വസ്റ്റ്യനെയർ ആയിരിക്കും. യു കൻ ടിക്ക് ദ ആൻസർ ആൻഡ് then you can leave. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് 1.5 മണിക്കൂറിന്റെ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈവൻ മിസ് ആയാൽ പോലും അത് ചിലപ്പോൾ 2 മണിക്കൂർ ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ കോൺസെപ്റ്റ്. ചില കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയാം, നിറയെ ചോദ്യങ്ങളുള്ള കോൺസെപ്റ്റ് ആയിരിക്കും എക്സാമിന്. അവിടെ ഇപ്പൊ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്കൊരു അല്പം കൂടിയും ഡ്യൂറേഷൻ കൂടുതൽ വേണ്ടി വന്നേക്കാം. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാഫുകളാണുള്ളത്, ടീച്ചേഴ്സ് ആയാലും ബാക്കിയുള്ളവരായാലും. സോ മേക്ക് യൂസ് ഓഫ് us. നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ദാറ്റ് വി ആക്ച്വലി ഗ്യാരണ്ടി യു. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന്റെയും കുറവുണ്ടാവില്ല. പഠിച്ചു കഴിയാനുള്ള സമയക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആവശ്യത്തിലധികം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വളരെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്ലാനിങ്ങോടെയാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി ഡേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സ്പീരിയൻസ്ഡ് ആവും. മനസ്സിലായി? ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് ഇതാണ്. അതെങ്കിൽ ടീച്ചറിന്റെ ബ്രീഫിങ്ങിന് മുമ്പായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പം രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റുകൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും, ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ നിങ്ങളൊരു ലേണിംഗ് ആപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഞാൻ ഗ്രൂപ്പിലിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് എന്നൊരു ക്ലാസ്സിനകത്തേക്ക് നിങ്ങൾ ആഡ് ആവും. ആ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസിന്റെ സാമ്പിൾ വീഡിയോസ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. then അതൊന്ന് കാണാം. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിന്റെയും ഓരോ വീഡിയോ വെച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് എഴുതി നോക്കാം. അൺലിമിറ്റഡ് അറ്റംപ്റ്റ് പോസിബിൾ ആണ്. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. അരമണിക്കൂർ സമയമുണ്ട്. യു കെൻ ജസ്റ്റ് അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ്. ചുമ്മാ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് വിടുക. നമ്മൾ പറയില്ലേ, റാൻഡം പിക്ക് ചെയ്താൽ മതി, മാർക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ മോഡൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുപോലെ ക്ലാസ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എങ്ങനെയാണ് സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നും എത്രത്തോളം സപ്പോർട്ടീവ് ആണെന്നും മനസ്സിലാവും. എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സസ് നാളെയും കണ്ടിന്യൂ ചെയ്യും. ഈ ഗ്രൂപ്പിലേക്ക് തന്നെ ലിങ്ക് ഇടും, നോ ഡൗട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഒരു ദിവസം കൂടി, നാളത്തെ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ മറ്റന്നാളത്തെ ദിവസം കൂടി 1-2 ദിവസം നിങ്ങൾക്ക് ക്ലാസ് കാണാനായിട്ട് സമയം ഉണ്ടാവും. ലൈവ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ആസ് യൂഷ്വൽ. ദെൻ നമ്മൾ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഫോം ഇടും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടതിന് ശേഷം ഡിസിഷൻ എടുക്കാം വെദർ ടു ജോയിൻ ഓർ നോട്ട്. സിസ്റ്റത്തിനോട് ജോയിൻ ചെയ്യണോ, എങ്ങനെയാ വേണ്ടത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാം. ഇതിങ്ങനെയാണോ, എന്താണ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ്, എങ്ങനെയായിരിക്കും ഇത് ഔട്ട്പുട്ടിൽ വരിക എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ആപ്പ് ഉപയോഗിക്കാൻ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം. ഞാൻ ആപ്പ് ഉപയോഗിക്കാനുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ദെൻ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഓരോ പോയിന്റുകളും ആപ്പിനകത്തുള്ള ഫീച്ചേഴ്സും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. ദെൻ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇൻഫർമേഷൻസ് ചോദിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്തേണ്ട ഡീറ്റെയിൽസ് അങ്ങോട്ട് തരും. കാരണം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് കോമൺ ആയിട്ട് ഇതിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ 18,000 ആണ് നമ്മുടെ ഫീസ്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ അടുത്ത മെയ് വരെയുള്ള ഫീസ് അല്ല, അത് അടുത്ത ഡിസംബർ എക്സാം വരെയുള്ള ഫീസാണ്. ഡിസംബർ എക്സാം നടക്കുന്നത് പിന്നത്തെ ജൂണിലാണെങ്കിൽ അതുവരെയുള്ള ഫീസാണ്.
മനസ്സിലായോ? ഓപ്പറേഷണൽ എക്സ്പെൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു കോഴ്സ് നടക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ ടീച്ചിങ് ഫാക്കൽറ്റീസിനെയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിൽ തന്നെ ഐ കൻ ഗ്യാരണ്ടി യു ഇതിൽ ഏറ്റവും ചെറിയ ഫീസാണ് നമ്മളിപ്പം കളക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഡ്യൂറേഷനും അതിന്റെ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ബാച്ചിൽ നിന്നും അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അടുത്ത ബാച്ചിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ അഡീഷണൽ എക്സ്പെൻസ് ഒന്നും തന്നെ വാങ്ങിയിട്ടുമില്ല. സോ യു ക്യാൻ തിങ്ക് അബൌട്ട് ഹൗ ദാറ്റ് കുഡ് ബി. നമ്മൾ 2020 തുടങ്ങിയതാണ്. അതിൽ പല കാരണം കൊണ്ട് നിർത്തിപ്പോയവർ പിന്നീട് തിരിച്ചു വരുമ്പോഴും നമ്മൾ അഡീഷണൽ ഫീസ് ഒന്നും വാങ്ങിയിട്ടില്ല. സ്റ്റഡി മെറ്റീരിയൽ എക്സ്ട്രാ വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഫീസ് ഈടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പ്രിന്റിംഗ് കോസ്റ്റ് ഉള്ള കാരണം. ഓക്കെ, നിങ്ങളുടെ കേസിൽ, അതായത് ഇപ്പോഴത്തെ ഈ ബാച്ചിന്റെ കേസിൽ സ്റ്റഡി മെറ്റീരിയലിന്റെ ഫീ ഓൾറെഡി കൺസിഡേർഡ് ആണ്. അതിൽ നിങ്ങൾക്ക് അഡീഷണൽ പേയ്മെന്റ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത് 10,000 ആണ്. അഡ്മിഷൻ എടുക്കുന്നവർ മാത്രം. അല്ലാതെ ഇപ്പൊ അഡ്മിഷൻ എടുക്കണില്ല, 2 ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നോ നോട്ട് ഇനഫ്, ഞാൻ എന്റെ മനസ്സിലുള്ള ക്ലാസ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമുക്ക് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത ഫീ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഏപ്രിൽ 1-നാണ്. ഇപ്പം ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് 10,000 പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഫീ പേയ്മെന്റ് 8,000 വരുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് വരിക. അത് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസംബർ എക്സാം വരെ മോസ്റ്റ് പ്രോബബ്ലി നമുക്കത് എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നത്തെ ജാനുവരി ഫെബ്രുവരി ആവും. അതുവരെ നിങ്ങൾക്ക് വേറെ ഫീ ഇല്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ് CSparkന്റെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ദെൻ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ പുതിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യും. എന്നിട്ട് ഈ ഗ്രൂപ്പിനെ നമ്മൾ ഒഴിവാക്കാണ് ചെയ്യുക. വേറെ ഒന്നും അല്ല, ഇങ്ങനെ വെറുതെ കോൺടാക്റ്റിൽ കുറെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ സ്ക്രാപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ. ഇതിൽ പരമാവധി ആൾക്കാരെ നമ്മൾ ഒന്നുകൂടെ വിളിക്കും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ എണ്ണം 70-ഉം ഇപ്പൊ ക്ലാസ്സിനകത്തുള്ള ആൾക്കാരുടെ എണ്ണം 12-ഉം. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. ഞാൻ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവും എന്ന് വളരെ ഉറപ്പ് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ അവരോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളെയും വിളിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇംപ്രഷൻ തോന്നിയത്, നല്ലതാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ അങ്ങനെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ടേ നമ്മൾ നിങ്ങൾ ലീവ് ചെയ്യുള്ളൂ ഇഫ് യു ആർ നോട്ട് ജോയിനിങ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഞാൻ ഈ അങ്കിത ടീച്ചർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ടീച്ചർ നിങ്ങൾക്ക് CSIR എക്സാമിനെ പറ്റിയിട്ട് ചെറിയ ബ്രീഫിംഗ് തരും. അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ക്ലാസ്സസ് തുടങ്ങും. ഓർഗാനിക് കെമിസ്ട്രി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാരിസ് സാർ ആണ് എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും ഓർഗാനിക് നോമൻ ക്ലേച്ചറിലുള്ളത്. ഓർഗാനിക് നോമൻ ക്ലേച്ചറിന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റിന് ഉണ്ടാവില്ല. പക്ഷെ ഓർഗാനിക് നോമൻ ക്ലേച്ചർ ഈസ് കണക്റ്റഡ് വിത്ത് സ്റ്റീരിയോ കെമിസ്ട്രി, ഈസ് കണക്റ്റഡ് വിത്ത് റിയാക്ഷൻ മെക്കാനിസം, ഈസ് കണക്റ്റഡ് വിത്ത് ഓർഗാനിക് സിന്തസിസ്. എല്ലാത്തിലും കയറി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നോമൻ ക്ലേച്ചറിന്റെ ഫണ്ടമെന്റൽസ് അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ആണ് സാറ് അതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഐ കൻ ഗ്യാരണ്ടി യു മോസ്റ്റ് യൂസ്ഫുൾ സെഷൻസിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ. 100 ദിവസം നിങ്ങൾ എണ്ണി വെച്ചോളൂ. 100 ദിവസവും നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അതാണ് എന്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ്. ഞാൻ അങ്കിത ടീച്ചർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ടീച്ചർ. Thank you, sir. Good evening all. Am I audible? ഒരല്പം ശബ്ദം കുറവുണ്ട്. Ippo sir kekamo? Yeah, better. Yes, so a very good evening, and once again CSpark Academy, our whole family in the behalf of a warm welcome. Okay, so I'll be giving you a very brief and concise presentation of എന്താണ് നിങ്ങൾ നോക്കേണ്ടത്, what are the things that you should be careful of, what are the do's and what are the don'ts that we have to have in your mind നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ. ഓക്കെ, സോ സാധാരണ ഒരു പ്രസന്റേഷന്റെ സമയത്ത് ത്രൂ ഔട്ട് ഓൾ ദീസ് ബാച്ചസ് ദാറ്റ് വി ഹാവ് ഹാഡ് ഡയറക്ട്ലി സിലബസിലേക്കാണ് കിടക്കാറ്. ബട്ട് ദിസ് ടൈം ഞാനൊരു 5 minutes മുൻപും അതുപോലെ തന്നെ at the end of what we used to discuss അതിനുശേഷം ഒരു 5 minutes I have added some topics. Okay, so before that ഈ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും ഇപ്പൊ ഓൺഗോയിങ് MSc സ്റ്റുഡൻസ് ഉണ്ടോ? or anyone who ഇതുവരെ നെറ്റ് അറ്റംപ്റ്റ് ചെയ്യാത്തവരെ ഒന്ന് കൈ റേസ് ചെയ്യാമോ ആരെങ്കിലും?
No one? No one. Okay, so നിങ്ങൾക്ക് എല്ലാവർക്കും നെറ്റ് എഴുതി പരിചയമുണ്ട്. Is it so? One time എഴുതിയിട്ടുണ്ട്. All right, മതി. Okay, fine. So, yes, very good. So I'll go to the presentation. Please let me know. Slide show play ആവുന്നില്ലേ എന്നൊന്ന് പറയണേ. Yes, is this visible? Slides moving and all? Yes, ma'am. Okay, thank you. So yes, again a warm welcome and hello tomorrow, because you people are the upcoming generation who is going to have all the like if you are going to research or if you are going to the teaching field, whatever it is. So നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ now it is a stage where you have to have a PhD or a postdoc. അതൊക്കെ necessary ആയി വരികയാണ്. So the basic thing that ഇപ്പോ ഇന്നും we had a discussion in the lab where നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ നിന്ന് കുട്ടികൾക്ക് ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറാൻ, that is what students usually do is they first learn the theory. അല്ലാതെ ഒരു തൃപ്തി വരില്ല. Okay, തിയറി നന്നായിട്ട് പഠിച്ച് you will make beautiful notes. ചിലതൊക്കെ റെഡ് ഇങ്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്നു, and then വൃത്തിയില്ല തോന്നുകയാണെങ്കിൽ you will again make the notes, you will staple it, you will file it, and then you will keep on repeating the theory. തിയറി തന്നെ വീണ്ടും പഠിച്ചുകൊണ്ട് നിൽക്കും, and then പോരാന്ന് തോന്നുകയാണെങ്കിൽ you will go to the internet, കുറച്ചും കൂടെ സെർച്ച് ചെയ്ത് നോക്കും, ശരി അന്ന് ഈ പോയിന്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്നൊക്കെ തോന്നും. But see, whenever you go for any competitive exam, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏറ്റവും ക്ലാസിക് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഒന്ന് ഇറ്റ് ഇസ് നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ആൻഡ് രണ്ട് ടിഫർ. I have felt that their question papers are very decent, and അതുപോലെ തന്നെ വളരെ സ്റ്റാൻഡേർഡ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ടിഫറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ. യു ക്യാൻ ടേക്ക് ദം. നമുക്ക് കോൺസെപ്റ്റ് അറിയാവുന്നതാണ് അവർ നോക്കുന്നത്. Okay, these are the toughest examinations. So അവിടെയൊക്കെ they don't ask the theory, what is, who is, അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്, ഡിഫൈൻ. നോ, they won't ask you to derive a equation. Never. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. What they give you is they give you problems. എന്തിനാണെന്നറിയോ? See, you take a question paper. അതിൽ 80 to 85% of the questions will be problems. എന്തിനാണ് അങ്ങനെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തരുന്നതെന്നറിയോ? ഇറ്റ് ഈസ് ടു ട്യൂൺ യുവർ ബ്രെയിൻ ഇൻ സച്ച് എ വേ that നാളെ നിങ്ങൾക്കൊരു പ്രോബ്ലം എൻകൗണ്ടർ ചെയ്യാണ് ഇൻ ആർ വാട്ട് എവർ ഇൻ ആർ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ലിറ്ററേച്ചറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നാണെങ്കിൽ ആർ യു കേപ്പബിൾ ഓഫ് സോൾവിങ് ഇറ്റ് എന്നുള്ളതിന്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റ് മാത്രമാണ് ഈ പറയുന്ന നെറ്റ്. ഓക്കെ, ആസ് യു നോ, നമുക്കിപ്പോ കട്ട് ഓഫ് വരുന്നത് 120ന്റെ മേലെ ഇതുവരെ കട്ട് ഓഫ് പോയിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് 120 on 200. Now, ഈ 200 മാർക്സിലാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ബട്ട് സിൻസ് യു സെഡ് ദാറ്റ് നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്, യു ഹാവ് ബീൻ ദെയർ ഇൻ ദി ഹോൾ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ദാറ്റ് യു ഹാവ് ചോയ്സസ്. ശരിയല്ലേ? സെക്ഷൻ ബിയില് യു ഹാവ് ടു അറ്റൻഡ് എനി 35 out of 40. സെക്ഷൻ സിയില് യു ഹാവ് ടു അറ്റൻഡ് എനി 25 out of 60. So you have choices. അപ്പോ you are being given choices. Out of the choices, you have the freedom to choose your problems, and you have to just options and down, you have to come to the answer. So the major point over here is ningalku problems solve cheyan pattunundo. Same thing, that is what you will be doing when you enter into research. Okay, so even in a research, the first step is to identify a problem. So even I have just two slides where very basic concepts. Other build it, they have come up with certain discoveries that I'm going to show over here. It will take just 5 minutes. So first one over here, she's Dr. Seema, nammade Thrissoorile CMETile professor aanu, and she had received Nari Puraskaram. Okay, so what she did is she has developed a cloth. എന്തിനാന്ന് ചോദിച്ചാൽ it is capable of detecting breast cancer. Okay, basic principle അല്ലെങ്കിൽ അതിന്റെ ഒരു മോട്ടിവേഷൻ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. That is, you have normal cells, you have cancer cells. Normal cells replicate ചെയ്യും, cancer cells replicate ചെയ്യും. But
the extent or the rate at which ഈ പറയുന്ന tumor cells replicate ചെയ്ത് പോകുന്ന rate is very quick. So what happens there is tumor cells ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചറും normal cells in the temperature room, they won't be the same. So what she did is, it has many temperature sensors, and then it is connected to the device. Okay, but that is a motivation. Our foundation okay, one. And then this one over here, actually, the Yangada lab, one of our seniors, she has even applied for a patent. She has a fluorescent molecule which she has developed, a polymer. So it is capable of mercury matram add it is quenching it. Quenching. Photochemistry, kinetics, Stern-Walmer plot. So these are the applications. It is to quantify, and she has also made a strip. She has made a strip on which she has the polymer. Mercury add cheyanengil avada color povum. It's just like a paper strip. Nammada pH paper pole. That's what she has. Adinanu oru patent apply cheyidirikkunnathu. Okay. And the next one, actually, I have a video. I'll just quickly play through this. Please let me know. The moving on now. Is it? Yes. Okay. This is water light, developed by the Colombian renewable energy startup Tina. It's a revolution. Is it audible? Iദ്ദേഹം പറയുന്ന കേൾക്കുന്നുണ്ടോ? I shall Not that much clear. All right. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒന്നുമില്ല, ഇത് പറയുന്നത് ഇറ്റ്സ് വാട്ടർ ലൈറ്റ്. വാട്ടർ ലൈറ്റ് കാണുന്നുണ്ടോ? ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദേ ആർ കളക്ടിങ് സോൾട്ട് വാട്ടർ ഓഷൻസിൽ നിന്ന്, ആൻഡ് ആ സോൾട്ട് വാട്ടറിൽ there is a process. അതിന്റെ ഉള്ളിൽ there is a metal, magnesium ആണ് അവർ യൂസ് ചെയ്യുന്നത്. See, അതിൽ it's not battery അല്ല, kerosene oil ഒന്നുമില്ല, it's just salt water. Electrochemistry, you might have heard about electrolytic cell, electrochemical cell, electrolysis. നമ്മള് ക്ലാസ്സിൽ കാണും. You might have heard about those. ആ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന. Now it's a very huge startup. Rural areaസിലൊക്കെ എത്രയോ മണിക്കൂറോളം അത് നിൽക്കും. That's what it is saying. Again, see, problem എന്താ ചോദിച്ചാൽ റൂറൽ ഏരിയാസിൽ ഇറ്റ്സ് നോട്ട് അവൈലബിൾ. സോ വാട്ട് ദേ കെയിം അപ്പ് വിത്ത് ദ സൊല്യൂഷൻ സോൾട്ട് വാട്ടറിനെ എങ്ങനെ ലൈറ്റ് എനർജി ആക്കിയിട്ട് മാറ്റാം. ദീസ് ആർ ജസ്റ്റ് എക്സാമ്പിൾസ്. അഗൈൻ, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും റിസർച്ചിലേക്ക് നിങ്ങളെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ഡിസൈൻഡ് ഇൻ സച്ച് എ മാനർ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണ്. Now, this is again, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ലൈഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് I saw a report on 24th this month. അവർ പറയുന്നത് now it is at a stage where ഉറുമ്പുകൾക്ക് ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. They are training the ants so that they can detect cancer. I'm not going to the detail of story how they did this. But yes, ippozhte kaalagattathu what you have is you have doctor ants coming up where they can recognize if you have tumor or not. Okay, again, idoka basic principle aanu. Olfactory receptors, they can sense it. Sensors based work aanu idoke. Again, this is one of my seniors work, and chechinte aduthu chechi kuttikalkku kanikkan venditanu parnittu chechinte aduthu choichadana. So now see, what you can see is ee syringe inde ullil undallo, this syringe over here, adinte ullil chechi develop cheyidoru polymer undu, and into which she is adding polluted water with dyes. So nammal cloth industry, much industries, you will have colored water, polluted water with dye, and see when she squeezes it, or when that polluted water is passing through the polymer, see, it's becoming colorless. Very efficient in dye removal. This is a control experiment. This is a polymer. Polymer is the polymer vechittilla, so when you squeeze a color angane thanne varunundu. All right. So again, now who is this? Recognize him vittundo? ഒരിടയ്ക്ക് ന്യൂസിൽ തിളങ്ങി നിന്ന ഒരാളാണ്. ഹീസ്, are you able to മനസ്സിലാവുന്നുണ്ടോ? See, he is Gopal. അദ്ദേഹത്തിന് he has a patent. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ he is the one, നിങ്ങൾക്ക് കഥ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. He is the one who got an offer from NASA, പിന്നെ അത് റിജക്ട് ചെയ്തു. He said that he'll be working for his own country എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു few years back. So with them ചെയ്യുന്നത്, as you can see, ഈ banyan tree
ബനിയൻ ട്രീയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, ബേസിക്കലി ബയോഫ്യൂവൽ സെൽ. ബട്ട് ഹി വാസ് ഓൺലി 19. അതാണ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇസ് +2 കഴിഞ്ഞിരിക്കുന്ന സമയം. ആ ഒരു സമയത്താണ് ഇദ്ദേഹം ഈ വർക്ക് ഒക്കെ ചെയ്തിട്ട് പേറ്റന്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇഫ് ദീസ് പീപ്പിൾ ക്യാൻ ഡു, അവിടെ ഹീസ് ഫ്രം ബീഹാർ. ഓക്കെ, അപ്പോ ദ ലാബ്സ് യു മൈറ്റ് നോ, അവിടെ അത്ര കണ്ട് ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഈവൻ ഹിസ് ഫാദർ വാസ് ജസ്റ്റ് എ ഫാമർ. ആൻഡ് അദ്ദേഹത്തിന് ഈ പ്രോബ്ലം വന്നത് എന്താന്ന് വെച്ചാൽ, അച്ഛൻ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ എന്തെങ്കിലും മഴ വരികയോ അല്ലെങ്കിൽ വെള്ളം സഫീഷ്യന്റ് വാട്ടർ അല്ലെങ്കിൽ മഴ ഉണ്ടായില്ല വെച്ചാൽ മൊത്തം കൃഷി നശിക്കും. ആൻഡ് ദാറ്റ് വാസ് ഹിസ് പ്രോബ്ലം. ആൻഡ് ഹി ഫൗണ്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. സോ ദിസ് ഇസ് ഇറ്റ്. ബേസിക്കലി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ, വി ഡോണ്ട് വാണ്ട് ഈ തത്തമ്മേ പൂച്ച പറയുന്ന ആൾക്കാരെ they don't want. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സി whenever you go for a PhD application, അവർ ആദ്യം നോക്കുക, they'll filter you. ആദ്യം നിങ്ങൾക്ക് JR ഫണ്ട് വിചാരിക്കൂ, you will be shortlisted for the interview 100%. You will be shortlisted. So why that is so? It is because നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ഇൻഡയറക്റ്റ് ഒരു കഴിവുണ്ടെന്നുള്ള ഒരു ഇൻഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് അത്. ഓക്കെ, സോ യെസ്, സോ ഹോപ്പ് ദിസ് it has given you some spark in your mind. Now coming to what we are actually, as sir already parna pole thanne, what we do here, we just we provide personalized learning and a mentoring platform. We have batches for NET, JAM as well as HSST. Okay, now why CSIR NET? നിങ്ങൾ എല്ലാവരും അത് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇതിനെ സമയം കളയേണ്ട ആവശ്യമില്ല. You can go for research. You can go for research fellow position, project interns, research assistants, or you can go for lecturership, and you can go for other jobs as well. All right. Now, the major thing, as sir said, is, see, you have a very detailed syllabus. നിങ്ങൾ സൈറ്റിൽ പോയി നോക്കുമ്പോൾ you will be having a very detailed and a wide syllabus. Plus, but please understand, ഈ whole syllabus പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. പറ്റില്ല എന്നുള്ളതല്ല, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ലെറ്റ്സ് സേ ഇപ്പൊ റാങ്ക് 1 മേടിച്ചിട്ടുള്ള ഒരു ആളുടെ അടുത്ത് ചോദിച്ചു നോക്കിക്കോളൂ. ആള് ഒരിക്കലും ഹോൾ സിലബസ് 100% ഓഫ് ദ സിലബസ് പഠിച്ചിട്ടായിരിക്കില്ല ആൾ ആ എക്സാം കൊടുത്തിട്ടുണ്ടാവുക. ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ റിക്വയർഡ്. വൈ? എന്തുകൊണ്ട് വേണ്ട? ബിക്കോസ് ആസ് ഐ ഓൾറെഡി സെഡ്, 360 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ഔട്ട് ഓഫ് വിച്ച് യു ആർ ബീങ് ഇവാലുവേറ്റഡ് ഇൻ 200. അതിൽ നിങ്ങൾക്ക് 120 മതി, 1/3 മതി. ഓക്കെ, സോ പ്ലീസ് ആദ്യം തന്നെ നിങ്ങളുടെ തലയിലുള്ള നോഷൻ ടു ലേൺ ദ ഹോൾ സിലബസ് അങ്ങനെ ഉണ്ടെങ്കിൽ, ഓക്കെ, പ്ലീസ് അത് ആദ്യം തന്നെ മാറ്റിവെക്കുക. അതിന്റെ ആവശ്യമേ ഇല്ല. What you have to do is, there are certain topics that are very frequently chodikkunna. There are scoring topics which we'll be discussing in the coming slides as well. Adina munne, what you have to do is, each of you will be having your own interest. ചിലവർക്ക് ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നത്. ചിലവർക്ക് ഇറ്റ് മൈറ്റ് ബി ഫിസിക്കൽ. ഇൻഓർഗാനിക് ഇസ് യൂഷ്വലി ദ ബ്രിഡ്ജ്. എല്ലാവർക്കും സാധാരണ പറ്റാറുണ്ട്. ബട്ട് ദെൻ whatever it is, identify your strength as well as your weakness. All right, if you are weak in physical chemistry, vicharikya, that does not mean ningal physical chemistry padikanda. Let's say we'll skip it. You might have heard about many reviews. YouTube il anavadhi niravadhi reviews are available where they say that only 2 topics, either inorganic and physical or inorganic and organic madi to crack the exam. No, absolute no. Okay, ningal, when you're with us, please make sure that you might be weak in one of the subject. ഏതെങ്കിലും കൂടുതലും കുട്ടികൾ ഓർഗാനിക് ഓർ ഫിസിക്കൽ ആണ്. whatever it is, make sure that whatever is being taught in the class, അത്രേ പറയുന്നുള്ളൂ, whatever is being taught in the class, please make sure that you do them well. ആ ക്വസ്റ്റിനെ തന്നെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാറ്റി അല്ലെങ്കിൽ അതിന്റെ ലാംഗ്വേജ് ഒന്ന് മാറ്റി നിങ്ങളുടെ മുന്നിൽ തരുവാണെങ്കിൽ, you should be able to solve that. How will you do that? If you understand the problem, that's all. Okay,
So it's not about memorizing here. Alla. ഇനി മെമ്മറൈസിങ് തീരെ വേണ്ട എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറയില്ല. ബിക്കോസ് ബീങ് ഇപ്പൊ ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി ആണ് ഡീൽ ചെയ്യുന്നത്. അവിടെ യു നീഡ് ടു മഗ് അപ്പ് ഓൾ ദ ഫോർമുല. ഓക്കെ, വേറെ വഴിയില്ല. സോ യെസ്, മെമ്മറൈസിങ് വേണം, ബട്ട് core concept in the understanding is even more important. Okay, so that is what we are going to say, that we have some focus area. Now, since all of you know the pattern, I'll just brief through this. Okay, ഞങ്ങളുടെ ഒരു satisfaction വേണ്ടിയിട്ട് mainly 3 sections. All right, section A is general, where you have 20 questions. 15 you're allowed to attend any 15. നിങ്ങൾ 16 attend ചെയ്താൽ they'll evaluate only the first 15. ശരി ആയിക്കോട്ടെ തെറ്റായിക്കോട്ടെ, that doesn't matter. Okay, each question will carry 2 marks if correct. If correct. തെറ്റാണെങ്കിൽ you will lose 1/4. Now this is another point where you have to train yourself. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഇറ്റ്സ് നോട്ട്, ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങളിപ്പോ നെഗറ്റീവ് കുറയ്ക്കൂ എന്ന് ഞങ്ങൾ പറഞ്ഞാലും, ഈവൻ ഇഫ് യു സ്പീക്ക് ടു യുവർ സെൽഫ്, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു വർക്ക്? പ്ലീസ് റൈറ്റ് എക്സാംസ്. ഇവിടുന്ന് we'll be providing you weekly test. Make sure that you prepare well. Even if you're not able to prepare well, എന്തെങ്കിലും കാരണങ്ങൾ വെച്ച് ഇപ്പൊ you're not able to attend the exam, please make sure that you at least collect the question paper, which will be uploaded in the app. Try to solve it, and while solving, what you have to have in your mind is, ee parayna negative marking, it should be the minimal. It should be the minimal always. Karanam ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റൈറ്റ് ആൻസേഴ്സ് ഫോർ 140 പ്ലസ്. എന്താണെന്നറിയോ, എങ്കിലാണ് ഒരു 110 അടുത്തെങ്കിലും കിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി CSIR നെറ്റ് എക്സാം ആണ്. അവര് കുരുട്ട് ചോദ്യങ്ങൾ ഓർ ദോസ് ക്വസ്റ്റ്യൻസ് വിത്ത് ട്വിസ്റ്റ് ട്രിക്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആൻസർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഓൾവേസ് ഹാവ് ദിസ് ഇൻ യുവർ മൈൻഡ്. നിങ്ങൾ എപ്പോ എക്സാം അറ്റൻഡ് ചെയ്താലും മേക്ക് ഷുവർ ദാറ്റ് ദ നെഗറ്റീവ് മാർക്ക് അല്ലെങ്കിൽ റോങ് ആൻസേഴ്സ് വരാതെ നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, കംപ്ലീറ്റ്ലി യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വെൽ. ഞാൻ വീണ്ടും പറയാണ്, പ്ലീസ് you can listen to the theory classes, you can read, you can go through your notes, that is completely fine. പക്ഷേ അതിന്റെ 3 ഇരട്ടി നിങ്ങൾ പ്രോബ്ലംസിൽ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ബിക്കോസ് തിയറി പഠിച്ചുകൊണ്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് നത്തിങ്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വാശ ഉണ്ടെങ്കിൽ, എനിക്ക് തിയറി പഠിക്കാതെ പറ്റില്ല, അതാണ് എന്റെ ഒരു സ്ട്രാറ്റജി, അങ്ങനെ തോന്നുകയാണെങ്കിൽ പ്ലീസ് അപ്രോച്ച് us. ഞങ്ങൾ അത് മാറ്റിത്തരാം. അത് മാറാതെ പറ്റില്ല. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, now coming to section B, you have 40 questions, out of which you have to answer 30. Again same, 2 marks if correct, minus 0.25 if it is wrong. Section C, ഇവിടുന്ന് വേണം all of you, okay, all of you ഇവിടുന്ന് വേണം നിങ്ങൾ തുടങ്ങാൻ. Because ഇവിടെ for each question, if you write it correct, you will get 4, not 2, oh sorry, you will get 4 marks. Correct ആണെങ്കിൽ. തെറ്റാണെങ്കിൽ അതുപോലെ -1 വരും, 1/4. All right, so this is how it is patterned. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ even for weekly exams, you should answer questions which carry more marks, so that you are collecting. നമ്മൾ മാർക്സ് കളക്ട് ചെയ്ത് പോവാണ്. എപ്പോഴും ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, whenever you attempt a competitive exam, first what you have to, especially CSIR net, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 18 to 20 questions from section C നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, then you are qualified. Because 20 questions ചെയ്തു വിചാരിക്കൂ, then you will get 80 marks confidently, 100% confidently. 80. Okay, let's say it is 70s also. പിന്നെ നിങ്ങൾക്ക് എത്ര മതി? നിങ്ങൾക്ക് ഇനി you need only 40 to 50 marks. അത് ഇവിടെ ഉണ്ട്. See, 100 marks ഇപ്പുറത്തുണ്ട്. All right, so make sure that you answer section C first. Make it a habit.
ഓക്കെ, ഇപ്പൊ വന്നിട്ട് മേലെ നിന്ന് ആൻസർ ചെയ്തിട്ട് എക്സാമിന് പോയിട്ട് ബാക്കിൽ നിന്ന് ആൻസർ ചെയ്യാം? നോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വാട്ട് എവർ യു ആർ ഡൂയിങ് നൗ, whatever you're going to practice in these coming, as sir said, upcoming 100 days, അത് തന്നെയായിരിക്കും നിങ്ങൾ അവിടെയും replicate ചെയ്യാൻ പോകുന്നത്. Okay, so each day what you do, ഞാൻ പറയും in the coming slides, each day what you do matters a lot. നിങ്ങളിൽ തന്നെ cultivate ചെയ്യുന്ന habit that is going to affect a lot. Okay, yes. Now, I'm sorry for this. Yes, now this is a general pattern of examination. Now, as sir said, ningalku nammada app you can log in and you can try answering the questions where you will be, you will see many tabs like this. This means this white color means you have not visited the question. This red means you have not answered. You saw the question, but then you have not marked the answer. Green is very clear, it is answered. Now, these two things are going to help you a lot in the main exam. Now, what is the difference between these two? This is violet, even a violet with a green dot. But let's say ningal ivida A na answer ezhudi, ivideyum A na answer ezhudi. So, ningal just marked for review ennaanu ezhudittullathengil, it's an indication ningalku ella questions um answer ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ചെക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ പറയുന്ന വയലറ്റ് കളറിൽ മാർക്ക് ചെയ്യുക. പച്ചക്കുത്ത് ഇല്ലെങ്കിൽ the examiners will not evaluate that answer. പച്ചക്കുത്ത് ഉണ്ടെങ്കിൽ whatever you have written, നിങ്ങൾക്ക് ഇപ്പോൾ റിവൈസ് ചെയ്യാൻ, ഇപ്പോൾ സപ്പോസ് ചെക്ക് ചെയ്യാൻ സമയം കിട്ടും, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. So whatever you have entered here, the evaluators will, the examiners will evaluate that. That is the difference between these two. Okay, so it's upon you. You should get trained in that. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻസ് ആണ് എന്നുള്ളതിന്റെ എക്സ്റ്റെന്റ് അനുസരിച്ചിട്ടാണ് ഈ പച്ചക്കുത്ത് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. All right, again the exam is for 3 hours. You can see this. Please have a look on this always. Now, another thing, when you're attending a weekly exam, just ഒന്ന് questions കണ്ടിട്ടൊന്ന് ഇറങ്ങി പോയേക്കാം. No, please. ആ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നില്ല. Please don't even think of that. നിങ്ങൾ എക്സാം അറ്റൻഡ്, നൗ വി ആർ സ്പീക്കിംഗ് അബൌട്ട് വീക്ക്ലി ടെസ്റ്റ് കേട്ടോ. നിങ്ങൾക്കൊരു ടെസ്റ്റ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ പ്ലീസ് ബി സിൻസിയർ ടു ദാറ്റ്. ഗിവ് റെസ്പെക്ട് ടു ഈച്ച് ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് JRF തരാൻ പോകുന്നതെന്ന് അറിയില്ല. ഓൾ റൈറ്റ്, സോ പ്ലീസ്, ഇപ്പൊ നിങ്ങൾക്കൊരു ടെസ്റ്റ് വരികയാണെങ്കിൽ മേക്ക് ടൈം ഫോർ ദാറ്റ്, പ്ലാൻ അക്കോർഡിംഗ്ലി, ടേക്ക് റഫ് ഷീറ്റ്സ് ഓഫ് പേപ്പർ. എപ്പോഴും ഞാൻ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, ഞാൻ റഫ് ഷീറ്റ് ഇങ്ങനെ എഴുതും, ബട്ട് ദെൻ ഞാൻ തിരിച്ചു വന്നിട്ട് എന്നാ ശരി ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ സബ്ട്രാക്ട് ചെയ്തോ ഒന്നും നമുക്കത് തിരിയില്ല. സോ ഇറ്റ് ഇസ് അഗൈൻ എ ഹാബിറ്റ് or it's a skill to have your rough sheets very clean. എന്ന് വെച്ചാൽ ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് സമയം കളയണം എന്നല്ല ഞാൻ പറയുന്നത്. Give sufficient spaces in between and make sure that നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് മറച്ചു നോക്കി കഴിഞ്ഞാൽ you should be able to understand what you have written. All right? Yes. Now, this is where you have to you have to invest some time and identify your strong points and weak points. As I said, physical undu, inorganic undu, organic undu. Okay, naale Harrison first class nomenclature neyirikkum. Okay, now ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Now, whenever we discuss a new topic, നമ്മൾ സാധാരണ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ലെറ്റ്സ് സേ കൈനറ്റിക്സ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും കൈനറ്റിക്സിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 4 ടൈപ്പ് ഓഫ് ഹെഡിങ്സിലായിരിക്കും. ആൻഡ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് യു ക്യാൻ എക്സ്പെക്ട് ഓൺ ആൻ ആവറേജ് ഓഫ് 10 to 12 മാർക്സ്. അങ്ങനെ നമ്മൾ പറയും ഫോർ ഈച്ച്. ഐ എം നോട്ട് ഗോയിങ് ടു ലിസ്റ്റ് ഈച്ച് ഓഫ് ദീസ്. ഓക്കെ, ഞാനിപ്പോ ചെയ്യുന്നില്ല, ബട്ട് വെനെവർ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുൻപ് യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ്. Okay, but make sure that you understand whatever you're seeing here, idokkeyanu mark scoring topics. Okay, so if you add all the marks, ipo nammal ivide ezhudiyirikkunna marks, ipo ee chapters inde ellam kuda contribution,
minimum. This is 10 minimum, 12 maximum. Okay, this accounts for 70, this accounts for 70, and this accounts for 70. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള കാര്യമായിട്ട് പറയണേ. So in total approximately ഒരു 200 marks എന്നുള്ളത് ഇവിടെ ഉണ്ട്. Okay, ഇതല്ലാത്ത വേറെ കുറെ ടോപ്പിക്സ് അപ്പുറത്ത് ഉണ്ട് കേട്ടോ. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. There are many topics that I haven't included it here. For example, physical chemistry ഞാൻ surface chemistry ഇവിടെ എഴുതിയിട്ടില്ല. But I'll make you do problems on that. Okay, polymer chemistry ഞാൻ എഴുതിയിട്ടില്ല. But again, you will be given classes and I'll make you do problems on polymer chemistry. Chemical equilibrium എഴുതിയിട്ടില്ല. So these are all topics that are not certain. Okay, വല്ലപ്പോഴും മാത്രം ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് അതെല്ലാം. But coordination chemistry, even star ആണ്. Okay, no matter what, even if you love or if you don't like inorganic chemistry, please learn coordination chemistry and spectroscopy. Spectroscopy matram, organic matralla parayunnathu. You have organic spectroscopy, you have physical spectroscopy, and OMC the keezhayittu, I mean within OMC we'll be also discussing about inorganic spectroscopy. Okay, e spectroscopy matram പഠിച്ചു കഴിഞ്ഞാൽ you will get 40. ആ ഒരു ടോപ്പിക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ. Okay, let's say not 35 കിട്ടും. 35 to 40 is sure. മുഴുവൻ കിട്ടില്ലായിരിക്കും because എല്ലാം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. All right, so these are the core topics. നമ്മൾ പറഞ്ഞില്ലേ you should have focus എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. So അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. So make sure that you don't skip them. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ you can read references, you can do more of problems. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ like let's say ചിലവർക്ക് quantum mechanics പറ്റില്ല, please don't skip that. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു വിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിലാണ് then only you will be able to crack it, because now it is at a stage where മൂന്നും വേണം എങ്കിലാണ് നമുക്ക് ഒരു സ്മൂത്ത് ഫിനിഷ് ഉണ്ടാവുള്ളൂ. All right, now you know about cutoff marks. It has never gone above 120. Now these are some of the exams, just to list idana which you can attempt. Like as I already said, namku net ennu parnal adinte standard is very high. So even if you even if you are prepared for net, ningalku attend cheyan pattuna various other examinations are there. Even when you are applying for PhD positions, BHU, DU, Pondicherry, these are all other institutions where they have the same syllabus. നിങ്ങൾക്കുള്ള അതേ സിലബസ് തന്നെയായിരിക്കും. And you can attend all these examinations, okay, with whatever you are learning here. ഒരു കാര്യം കൂടെ, recently there's been a revision. ഈ നെറ്റിൽ തന്നെ if your rank, okay, ഇത് ഇക്കൊല്ലം വന്നിട്ടുള്ള ഒരു റിവിഷൻ ആണ്. If your rank in CSIR net is less than 100, okay, then you are eligible for PMRF, Pradhan Mantri, Prime Minister Research Fellowship, wherein your monthly stipend is 70,000 for the first 2 years. Annual contingency 2 lakhs. Okay, so idu kittum keto ningada mark oru 115 to 120 inde idayil enda 110 inde adutundengil you will get this. ഈ കാണുന്ന പോലെ ഓൾ ഇന്ത്യ റാങ്ക് 100ൽ താഴെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പഠിച്ച് പാസ്സായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്, ഞാൻ അതിലൂടെ പോയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ സർ ഇപ്പൊ പറഞ്ഞ പോലെ വീക്കെൻഡ്സിൽ മാത്രം പോയി ക്ലാസ് കേട്ടിട്ട് പരീക്ഷ, പക്ഷെ ഞാൻ മനസ്സിലാവുണ്ടാവില്ല ബിക്കോസ് വീക്കെൻഡ്സിൽ മാത്രമാണ് പോകുന്നുണ്ടാവുള്ളൂ. പിന്നെ കേട്ടാണ് ഓക്കെ ഇങ്ങനെയാണല്ലേ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ട്രാൻസിഷൻ പറ്റുണ്ടാവില്ല. മേ ബി ചിലർക്ക് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നാണെങ്കിൽ സ്പീക്ക് ടു അസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത്, പ്ലീസ് ഷെയർ വാട്ട് യു ഫീൽ. നിങ്ങൾക്ക് യു വിൽ ബി ഹാവിംഗ് ഡേയ്സ് വെർ യു വിൽ ഫീൽ വെരി ലോ. എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല ഇത് ഇന്ന് തോന്നും, പക്ഷെ അങ്ങനെ അല്ല. യു ക്യാൻ ഡു ദിസ്. Okay, so again, just to summarize,
we have a study plan. Please go according to that. Okay. Then you will be given quizzes, assignments, tests, ellam. Don't miss even a question. നിങ്ങൾ കാണുന്ന ഓരോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഓക്കെ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കോച്ചിങ്ങിന് പോയ സമയത്ത് സാറ് പറയുമായിരുന്നു, ഈ നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങളെ നോക്കി ചിരിക്കും എന്ന് ഹാരിസ് സാർ പറയാറുണ്ട് കോച്ചിങ് എടുക്കുന്ന അന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് യു വിൽ സീ ദെൻ ഇൻ ദ ഫൈനൽ എക്സാം ആസ് വെൽ. ഓക്കെ. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ക്വസ്റ്റ്യൻസ് കണ്ടു പരിചയമുണ്ട് പക്ഷേ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതൊക്കെ ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് റിവിഷൻ. ഓക്കെ. നിങ്ങൾക്ക് കണ്ടു പരിചയം, ഇഫ് യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ, ശരി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കാണിക്കാനാണ്, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ബട്ട് ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി, ദാറ്റ് മീൻസ് യു ഹാവ് ഗോട്ട് ദ അപ്രോച്ച് കിട്ടിയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് നിങ്ങളുടെ പ്രാക്ടീസിൽ കുറവുണ്ട്. ഓക്കെ. സോ ദർ ആർ ടു തിങ്സ്. തിയറി പഠിക്കുക എന്നുള്ളതല്ല മുഖ്യം. ഇറ്റ്സ് അബൌട്ട് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. അതെങ്ങനെയാണ് കാര്യം? യു ഹാവ് ടു പ്രാക്ടീസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ തിയറി അറിയാണ്ട് എങ്ങനെയാ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക? ഹൗ ക്യാൻ വി ഡു ദാറ്റ്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഓക്കെ. ബേസിക് തിയറി വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ്. അത് മതി. വിത്ത് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സോൾവ് അഡ്വാൻസ്ഡ് പ്രോബ്ലം. ഇനി ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത തിയറി ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ ബാക്ക് റെഫർ ചെയ്യുക, പുറകോട്ട് പോയി റെഫർ ചെയ്യുക, തിരിച്ചു വരിക. ഫൈൻ, അത് മതി. അല്ലാതെ തിയറി നമ്മൾ നെറ്റിൽ ഇങ്ങനെ ഹൈപ്പർ ലിങ്ക് ചെയ്ത് പോയി നോട്ട്സ് ഇങ്ങനെ കൂടുന്നല്ലാതെ വി ആർ നോട്ട് ബിൽഡിംഗ് ആർ കേപ്പബിലിറ്റി ടു സോൾവ് എ പ്രോബ്ലം. ഓക്കെ. സോ ദിസ് ഈസ് അവർ ആപ്പ് which is available in Play Store. Sir പറഞ്ഞ പോലെ തന്നെ you will be having some sample classes. You can visit them. Make sure that you give the exam as well. ശരിയാണോ തെറ്റാണോ? You are not being evaluated കേട്ടോ. But just ഒന്ന് ആപ്പിന്റെ ഇന്റർഫേസ് ആയിട്ടൊന്ന് familiar ആവാൻ വേണ്ടിയിട്ട് make sure that you spare some time on that as well. Okay. So all these what I have ഇപ്പൊ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. യു വിൽ ബി ഹാവിംഗ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ യു വിൽ ബി റിസീവിംഗ് ദ റെക്കോർഡ് വേർഷൻസ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഓക്കെ. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സ്ആപ്പ്. ഞങ്ങൾ എപ്പോഴാണ് അവൈലബിൾ ആവുന്നത്? within 24 hours usually we try to reach to the students and we do that as well. അല്ലെങ്കിൽ group is always active. ആർക്കാണോ അറിയുന്നത് you can clarify the doubts. എപ്പോഴും വേറൊരു കാര്യം ഞാൻ പറയുന്നത്, the best way to learn is to teach. The best way. Okay. എപ്പോഴും നിങ്ങൾക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ നിങ്ങൾ വേറൊരാളെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ it will be there in your mind. നിങ്ങൾ 10 തവണ എഴുതി പഠിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ലൈഫ് ഉണ്ടാവും നിങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ. സോ വർക്ക് ആസ് എ ടീം. നിങ്ങളെ ഗ്രൂപ്പിൽ ലെറ്റ് ഇറ്റ് ബി ആക്റ്റീവ്. ഓക്കെ. ഞങ്ങൾ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ഈവൻ ഇഫ് യു മേക്ക് ഈവൻ ഇഫ് യു ഗിവ് റോങ് ആൻസേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇതെന്ത് ഇങ്ങനെ പറയണം, ഇതെന്ത് പൊട്ടത്തരം പറയണം, നോ, ഒരിക്കലും അങ്ങനെ പറയില്ല. ഡോണ്ട് ഈവൻ തിങ്ക് ഓഫ് ദാറ്റ്. അങ്ങനെ ആരും പറയില്ല. ഇവിടെയുള്ള ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയില്ല. സോ യു ആർ നോട്ട് ഗോയിങ് ടു ബി ജഡ്ജ്ഡ് എനിവെയർ. ബി യുവർ സെൽഫ്. പക്ഷെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു വിൽ അത് വേണം. You have to give your time. You have to put effort. Okay. So this is again just of എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. We'll be giving you എന്താണ് ക്ലാസ് എന്നുള്ളത് പ്രീവിയസ് ഡേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. There will be questions. എല്ലാ ടോപ്പിക്കിൽ നിന്നും again as we said ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അത് നോട്ട് ഈവൻ ഫ്രം നെറ്റ്, ഗേറ്റും മറ്റുള്ള എക്സാംസും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. സോ wherever you see a new question, put it in the group. Okay, similar ആയിക്കോട്ടെ, put it in the group. That is what is called practicing. Okay, so I think that's the end. Yes, that's the end of my presentation. Just ഒരു 5 minutes കൂടെ
എന്തിനാ ചോദിച്ചാൽ ഞാൻ ഈ ഇടയ്ക്ക് ഐ ഹാവ് റെഡ് എ ബുക്ക്. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ എന്റെ മേലെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തൊരു ബുക്കാണ്. ഇഫ് എനി ഓഫ് യു ആർ fond of reading, please go through that, Atomic Habits. Okay, it's a very very good book. And അതിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം മാത്രം ഞാൻ പറയാം. What it has written is simple is not always easy. Okay, അതിൽ പറയുന്നത് simple is not always easy എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പൊ പറയാം ഹേ ഇപ്പൊ സിമ്പിൾ അല്ലേ എന്ന് പറയുകയാണെങ്കിൽ that does not mean അത് ഈസി ആണെന്നല്ല അർത്ഥം. എന്തുകൊണ്ടാണ് ആളത് സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? That is because when you do a thing, ഇപ്പൊ എന്തെങ്കിലും നിങ്ങളിപ്പോ ലെറ്റ്സ് സേ സവാള അരിയുന്ന ഒരു കാര്യം ആയിക്കോട്ടെ, the very first day the way you cut or the way you hold a knife, അങ്ങനെ ആയിരിക്കില്ല ഒരു 2 മാസം കഴിഞ്ഞാൽ നിങ്ങൾ കത്തി പിടിക്കുന്നതോ അല്ലെങ്കിൽ സവാള അരിയുന്നതോ അങ്ങനെ ആയിരിക്കില്ല. You will become a pro. Why? Because through habit, അത് ശീലമായി it has become easy. അതുപോലെ തന്നെയാണ് ഇവിടത്തെ കാര്യങ്ങളും. ഓക്കെ, സിമ്പിൾ ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ഈസി. നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. യെസ്, വി ഡു എഗ്രി. പെട്ടെന്ന് ആ ഒരു സ്വിച്ച് ഫ്രം ലേണിംഗ് തിയറി ടു പ്രോബ്ലം അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ഓക്കെ, but it will become simple if you give sufficient time. അത് പ്രാക്ടീസ് ചെയ്യണം, ഹാബിറ്റ് ആക്കി എടുക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ് പെട്ടെന്ന് ഒരു ഹാബിറ്റ്, ഈ പറയുന്നതൊന്നും ഞാൻ ഇതൊന്നും എന്റെ അല്ല കേട്ടോ, ദീസ് വേർഡ്സ് ആർ നോട്ട് മൈൻ, ആ ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നാളെ മുതൽ എടുത്തിട്ട് ഇപ്പൊ ലെറ്റ്സ് സേ നാളെ ഓർഗാനിക് നോമൻക്ലേച്ചറിന്റെ ക്ലാസ് ഉണ്ട്, ശരി, 1 മണിക്കൂർ സാർ ക്ലാസ് എടുക്കും, പിന്നെ ഒരു 3 മണിക്കൂർ നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ പഠിക്കാം. നോ, നെവർ ഡു ദാറ്റ്. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ മേലെ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ നിങ്ങൾ കൊടുക്കരുത്, ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ആദ്യം നിങ്ങൾക്ക് അതിന് ഇരിക്കാൻ തോന്നണം, അല്ലെ? ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു ഹാബിറ്റിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യണം. അദ്ദേഹം പറയുന്നത്, അതിൽ ഓത്തർ പറയുന്നത് ഇറ്റ്സ് കോൾഡ് എൻട്രി പോയിന്റ്. എൻട്രി പോയിന്റ് ഇപ്പൊ അവസാനിപ്പിക്കാം കേട്ടോ. എൻട്രി പോയിന്റ് എന്നാണ് പറയുന്നത്. സോ യു ഷുഡ് പാസ് ദാറ്റ് എൻട്രി പോയിന്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആദ്യത്തെ ദിവസം പോയി 4 മണിക്കൂർ പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ആ ഒരു എന്താ പറയാ, ആ ഒരു മോട്ടിവേഷൻ ഇല്ലേ ടു ലേൺ. ശരി, ഇത് നമ്മൾ ഇങ്ങനെ പഠിക്കും. ഇരിക്കും നിങ്ങൾ ആദ്യത്തെ ദിവസം ഒരു പക്ഷെ 4 മണിക്കൂർ ഇരിക്കും, 2ാമത്തെ ദിവസവും ഇരിക്കും, ഒരു പക്ഷെ നിങ്ങൾ ഒരാഴ്ച ഇരുന്നു എന്നിരിക്കും. പക്ഷെ പിന്നെ യു വിൽ ഫീൽ ടയേർഡ്, യു വിൽ ഫീൽ എക്സോസ്റ്റഡ്. നെവർ ഡു ദാറ്റ്. കീപ് ബിൽഡിങ്. കുഞ്ഞി ബ്ലോക്സ് ആക്കിയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകും. That's the way. ഇനി എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് it depends on person to person അത് ഡിഫർ ചെയ്യും. ഓക്കെ, സോ all of a sudden never do that. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത്. ഓക്കെ, അഗൈൻ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, no one is going to judge. So be honest to yourself and take your complete responsibility. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും നിങ്ങൾ നാളെ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വോട്ടാണ്. ഓക്കെ, ലൈക്ക് വാട്ട് എവർ യു ഡു, വാട്ട് എവർ ദ ഹാബിറ്റ് ദാറ്റ് യു കൾട്ടിവേറ്റ്, ഇറ്റ്സ് എ വോട്ട് ടു വാട്ട് യു വോണ്ട് ടു ബിക്കം. സോ യു ഹാവ് ടു ഡിസൈഡ് എങ്ങനത്തെ ഒരാളാവണം, ടു വാട്ട് കൈൻഡ് ഓഫ് ഹാബിറ്റ് യു ആർ വോട്ടിംഗ് എന്നുള്ളത്. ഓക്കെ, സോ കീപ് ഓൺ ആഡിങ് സ്മോൾ ഹാബിറ്റ്സ് ഓൾവേസ്. ആൻഡ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, there will be times, ഇപ്പൊ ഈ 100 ദിവസമാണ് ഉള്ളൂ എന്ന് പറയുകയാണെങ്കിലും ഇതിൽ there will be many instances where you feel very low. എന്നെ കൊണ്ട് ഇത് പറ്റില്ല, speak up. Okay, and even while sessions make sure that you ask questions. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയാ ഉള്ളിൽ ഡൗട്ട് വെച്ചിട്ട് ശരി ഇതങ്ങനെ മഗപ്പ് ചെയ്തേക്കാം. No, never do that. Understand the concept and then move on. ക്ലാരിഫൈ ചെയ്ത് പോവാ. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഈ ഒരു ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ they won't ask questions at all. അതൊരു I don't know, അത് മോശമായിട്ടാണ്. they don't open up. Please do ask questions. ഈ കഴിഞ്ഞ ആഴ്ച there was a Nobel laureate here. അദ്ദേഹം ഒരു ടോക്ക് തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക്
വർക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു, സമ്മറൈസ് ചെയ്തു. ആൻഡ് എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എന്താ പറയാ സ്റ്റേജ് ഇസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ പറഞ്ഞിട്ട് യു ക്യാൻ ഗിവ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റിയുടെ മോൻ, ഹീസ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഹി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് റൈബോസോംസിനെ ക്രിസ്റ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടി ചോദിച്ചത്. അതാണ്. സോ അവനിൽ നിന്ന് വരെ നമ്മൾ പഠിക്കണം. If he can ask, then we can also ask. Okay, so do ask questions. If you have any queries, we are here. Yes, so that's all. If you have any doubts, you can unmute yourself and you can ask. Otherwise, that's all from my side. Thank you. Sir? ഹലോ, audible ആണോ? Yes, sir. ഹാരിസ് സാർ ഇപ്പോൾ ജോയിൻ ചെയ്യും. ഹാരിസ് സാർ കൺക്ലൂഡ് റിമാർക്സ് എന്ന് പറഞ്ഞോട്ടെ. ഹാരിസ് സാർ ആണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്നത്. സാർ നാളത്തെ ഓർഗാനിക് ക്ലാസിന്റെ ചെറിയൊരു ബ്രീഫിംഗ് നമുക്ക് വരും. സാർ അവിടെ ഉണ്ടോ? എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു ഫോർ ജോയിനിങ്. കുട്ടികൾ കുറച്ച് പോയി തോന്നുന്നു അല്ലേ, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല, ഇത് റെക്കോർഡഡ് ആണ്. നമ്മൾ അവർക്ക് അത് റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഡോണ്ട് വറി. ഓക്കെ, നാളെ നമ്മൾ ഓർഗാനിക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ മിഥുൻ സാറും അങ്കിത മിസ്സൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രീഫ് തന്നിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയാ, പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കൺസെപ്റ്റ്സും മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നോമൻക്ലേച്ചർ ആണ്. അപ്പോൾ നോമൻക്ലേച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നോമൻക്ലേച്ചറിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കും വിത്ത് റെസ്പെക്ട് ടു ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. RSഉം EZഉം കണക്ട് ചെയ്ത് അവർ ചോദിക്കും. പിന്നെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിലാണ് ഏറ്റവും കൂടുതൽ നോമൻക്ലേച്ചറിന്റെ ആവശ്യം വരുന്നത്, സ്റ്റീരിയോ കെമിസ്ട്രിയിലും സ്പെക്ട്രോസ്കോപ്പിയിലും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ. ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെ നോമൻക്ലേച്ചറിൽ നിന്നാണ്. അപ്പോൾ നോമൻക്ലേച്ചർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ GOCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സിൽ നിന്ന് പ്രോബ്ലംസ് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി, കൺഫോർമേഷൻ, റിയാക്ഷൻ മെക്കാനിസം, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനൊന്നും തരുന്നില്ല. അപ്പോൾ നാളെ നമുക്ക് കാണാം. നമുക്ക് നാളെ ഈ സമയമില്ലേ നമുക്ക് കാരണം ദർ ഇസ് നോ ടൈം. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലാസ്സസിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശരി, താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. Thank you.